ചായ വിൽക്കുന്ന ജയന് സ്വാതന്ത്ര്യദിനത്തിൽ ചായക്കച്ചവടം ഉണ്ടായിരുന്നില്ല. തികച്ചും സ്വതന്ത്രൻ. തൃശൂർക്കാരുടെ സ്വന്തം അഷ്റഫിക്ക സ്വാതന്ത്ര്യദിനാഘോഷിച്ചത് ത്രിവർണത്തിലുള്ള വേഷമണിഞ്ഞും സ്വന്തം ഇരുചക്രവാഹനം നിറയെ ത്രിവർണ പതാകയും അലങ്കാരങ്ങളുമായാണ്. നഗരത്തിലെത്തിയ വടൂക്കര സ്വദേശി അഷ്റഫ് ജയൻ കുട്ടികൾക്ക് പതാകകളും മിഠായികളും നൽകി ആഹ്ലാദം പങ്കുവച്ചു. രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങിത്തന്ന ജവാന്മാരെയും ഉറ്റ സുഹൃത്തായ നേവൽ ഓഫീസർ ജെയിംസിനെയും ഓർമ്മിക്കാനാണ് ഈ ദിനമെന്ന് അഷ്റഫ് പറയുന്നു. രാജ്യത്തിന്റെ 80ാം സ്വാതന്ത്ര്യ ദിനമാണിതെന്ന് പലർക്കും അറിഞ്ഞുകൂടെന്ന് അഭിനവ ജയന്റെ കമന്റ്. നമുക്ക് 80 വർഷമായി ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയിട്ട്. അത് ഒരാളടുത്ത് ചോദിച്ചപ്പോൾ ആൾക്കറിയില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ എല്ലാവർക്കും അറിയില്ല എന്നല്ല, ചില ആൾക്കാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇതിലൂടെ കാണുമ്പോൾ തന്നെ ഒരു രാജ്യം സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളതൊക്കെ ഓർക്കും എന്ന് അതൊരു സന്തോഷം. ചായ വിൽപ്പനയില്ലാതെ ഒരു ദിനം രാജ്യത്തിനായി. അഷ്റഫിനൊപ്പം സെൽഫി എടുക്കാനും തേക്കിൻകാട്ടിൽ ആളുകൂടി. കോമഡി ഷോകളിലും മിമിക്രി വേദികളിലും താരമായിരുന്ന അഷ്റഫ് ജീവിത ബുദ്ധിമുട്ടുകൾ കടുത്തതോടെ വേദിയോട് വിട പറഞ്ഞ് പ്രവാസിയായി. 15 വർഷത്തോളം അറബി നാട്ടിൽ വിയർപ്പൊഴുക്കിയ അദ്ദേഹം 3 സഹോദരിമാരെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞതോടെ നാട്ടിലേക്ക് വന്നു. ഒരു വീടെന്ന സ്വപ്നവുമായി ഒമാനിൽ പോയെങ്കിലും കോവിഡ് വില്ലനായി. വിസ ക്യാൻസലായി. വീട്ടുചെലവ്, വാടക, അങ്ങനെ നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത അഷ്റഫിൻ്റേത് മാത്രമായതോടെ ചായ വിൽപ്പനയിലേക്ക് തിരിയുകയായിരുന്നു. ജയന്റെ മുഖഛായ മൂലം "ജയ, ഒരു ചായ തരൂ" എന്ന വിളി കേട്ടതോടെ ജീവിതം വഴിത്തിരിവായി. ജയൻ എന്ന അഷ്റഫ് ഇക്കഴിഞ്ഞ യുവജനോത്സവ നഗരിയിലും താരമായിരുന്നു. വിശ്വാസത്തിന് സ്വർണത്തിന്റെ പൊൻതിളക്കം, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഏറ്റവും മികച്ച ഡിസൈനുകൾ, ഹോൾസെയിൽ വില, ജ്വല്ലറി മാനുഫാക്ചറിംഗ്, പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മികച്ച വില, എക്സ്ചേഞ്ച് സൗകര്യം, കസ്റ്റമൈസ്ഡ് ജ്വല്ലറി വർക്ക്സ്. MR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ.